സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായി കഴിയുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിക്കുന്നതിന് കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ച ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയും കൂടി മരണം വഴി നിത്യസമ്മാനത്തിനായി യാത്രയായിരിക്കുന്ന ഈ സഹോദരിയെ സമർപ്പിച്ച് കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യസൗഭാഗ്യത്തെ നോക്കി പാർത്തിരിക്കുന്ന ഈ സഹോദരിയുടെ അയോഗ്യതകൾ പരിഗണിക്കാതെ ഈ ആളെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുരിശിനരികെ നിന്ന് നിശബ്ദമായി സഹിച്ച പരിശുദ്ധ അമ്മയുടെ യോഗ്യതകളെ കുറിച്ച് ഈ ആളുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും വിശ്വാസതീഷ്ണതയും പ്രത്യാശയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലത്ത് ഈ സഹോദരി ആരോടെങ്കിലും ക്ഷമിക്കാതെയോ ക്ഷമ യാചിക്കാതെയോ പോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ കരുണയാൽ അവയെല്ലാം ക്ഷമിച്ച് അങ്ങയുടെ തിരുമുഖ ദർശനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേർപാട് അനുഭവിക്കുന്ന ഈ കുടുംബാംഗങ്ങളെല്ലാവരെയും അങ്ങയുടെ സ്നേഹ സാന്നിധ്യത്താൽ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ മിശിഹായേ, അങ്ങയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും സത്യത്തിൽ വ്യാപരിക്കുവാനും ഏകദേശം വിശ്വസിക്കുന്നു. ഈ പുത്രന്റെ ശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യാമൃതത്തിന്റെ കാലത്ത് പീഡനം സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പത്താളങ്ങളിറങ്ങി മരിച്ചവരിലേക്ക് നോക്കാളയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വർഗവാതിരിക്കുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും പിടിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ രാജ്യങ്ങളുടെ തിരുമനുഷ്യരുടെ പല ഗുണയിലുമാകണമേ. സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ായി വളരുന്ന അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ജന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു.
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേക സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ എന്റെ ചെയ്തതിനെ കുറിച്ച് ധ്യാനിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ രാജ്യം ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. അനന്തമായ കാരുണ്യത്താൽ അങ്ങയെ പരിപാലിക്കുകയും അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയെ ദയാപൂർവം കടാക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ നിസ്സീമമായ പരിപാലനയോർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ അങ്ങയെ പ്രസാദിപ്പിച്ച ഈ സഹോദരിയെ കടങ്ങളിലും പാപങ്ങളിൽ നിന്ന് അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും സ്വർഗഭാഗ്യത്തിന് അർഹയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഴത്തിൽ നിന്നഖിലേശ പാപികൾ നിന്നെ വിളിക്കുന്നു, പ്രാർത്ഥന സദയം കേൾക്കണമേ, പാപവിമോചനമേകണമേ. മത്സ്യകുലത്തിൻ പാപങ്ങൾ കൃത്യമളന്നു വിധിച്ചിടുകിൽ, പരിപാവനമാം പറുദീസ നേടാനർഹതയാക്കുക. നിർദ്ദയം ഇവരെ തള്ളരുതേ, നരകത്തീയിലടയ്ക്കരുതേ, നിത്യാനന്ദം നുകരാനായി വാതിലവൾക്കു തുറക്കണമേ. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജിക്കാതിരിക്കട്ടെ. ആത്മാവിനെ അങ്ങയുടെ സന്നിധി
എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും കർത്താവേ അങ്ങ് ഓർക്കരുതേ. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവത്തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എന്റെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ. എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കമായി ജീവിച്ചു. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവേ എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. പാപികളോടുകൂടി എന്റെ ജീവനെ തള്ളിയിടരുതേ. രക്തദാഹികളോടുകൂടി എന്റെ പ്രാണനെയും. കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കുമാകെ സർവമഹത്വങ്ങൾക്കും അർഹനായ ദൈവമേ, ഭൂമിയിൽ അങ്ങേ പ്രസാദിപ്പിച്ച് ജീവിച്ച ഈ സഹോദരിയെ സ്വർഗീയ മഹത്വത്തെ പങ്കാളിയാക്കണമേ. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ അങ്ങയുടെ പാതയിൽ നിന്ന് ഞങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പൊറുക്കുകയും അനാദി മുതൽ അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യം പ്രാപിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറുസലേമിന് ഏകദേശം 15 സ്ഥാദിയോളം ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ ചെന്നിരുന്നു. യേശു വരുന്നെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഓ കർത്താവേ, നീ ലോകത്തിലേക്ക് വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവന് ഞാനാകുമെന്ന് കർത്താവേ, അങ്ങയുടെ ജീവനെ പങ്കാളിയാകുകയും ധ്യാനത്തിലുള്ള പ്രത്യാശയോടുകൂടി ജീവിതം നയിക്കുകയും ചെയ്ത സഹോദരിയെ നിത്യജീവൻ പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ പരിപാലനയിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തി വിശ്വാസം കാത്തു സൂക്ഷിയാളെ മഹത്വത്തിന്റെ കിരീടം അണിയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ദൈവമേ, തിരുസഭയ്ക്ക് വേണ്ടി ദാസ്യം ചെയ്തിട്ടുള്ള എന്നാൽ നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇയാളെ വഴങ്ങിയിരുന്ന നന്മകൾ ജീവിതത്തിൽ പകർത്തുവാനും സഭയുടെ വിശ്വസ്ത മകളായി ജീവിക്കുവാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ യേശുവേ, ഈ ലോക ജീവിതത്തിന്റെ നശ്വരത തിരിച്ചറിഞ്ഞ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ജീവിതാന്തസ്സിന്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി പാലിക്കുവാനും ഈ ഹ്രസ്വ ജീവിതം ഫലപ്രദമായി നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിയുന്നവരുടെ ആശ്വാസമായ കർത്താവേ, ഈ ദാസിയുടെ വേർപാടി ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രങ്ങളെയും ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഈ സഹോദരിയുടെ പാപം ക്ഷമിച്ച് നിത്യാനന്ദത്തിന് അർഹയാക്കണമേ. സൽപ്രവൃത്തികളെ വ്യാപൃതരായ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നിത്യ സൗഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. കരുണാനിധിയാം കർത്താവേ, നിൻ ദാസിക്ക് ഗണമുന്നത മോഹന പറുദീസായിൽ വിജയകിരീടം. കരുണാനിധിയാം കർത്താവേ, നിൻ ദാസിക്ക്
വസിക്കുകയും ചെയ്യുന്നവൻ. എന്നിലും ഞാൻ അവനിലും വസിക്കും, അവസാനം അവരെ ഞാൻ ഉയർപ്പിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് കൂദാശകളാൽ പരിപോഷിപ്പിക്കപ്പെട്ട് നിത്യസമ്മാനത്തിനായി യാത്രയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനശ്വരമായ നിത്യാന്തത്തിന് അർഹരാക്കണമേ. കരുണാനിധിയായ കർത്താവേ, മരണം മൂലം ഞങ്ങൾ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ അമ്മച്ചിയെ സ്വർഗരാജ്യം നൽകി അനുഗ്രഹിക്കണമേ. അവിടെ ഈ ആളെ ത്രിയേക ദൈവത്തിന് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യയാക്കുകയും ചെയ്യണമേ. ഭൂമിയിൽ അങ്ങേ തിരുനാമം കീർത്തിച്ചവനെ കർത്താവേ, നിത്യപിതാവിൻ സന്നിധിയിൽ ചേർത്തു കിരീടം ചാർത്തണമേ. മോഹനവാനവലോകത്തിൻ വാതിലവൾക്കു തുറക്കണമേ. ശബ്ദം കേൾക്കട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിൻ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവിനെ ഞാൻ ആശ്രയിച്ചു, കർത്താവിനെ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതിനാൽ ഞങ്ങൾ ഉദ്ധാനം രക്ഷയും ഉയരം നൽകുന്നു. അവനാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെ നോക്കണമേ. അവനാലും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഉന്നത കൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും ഇനി വിളങ്ങും വദനമുടുമരാൻ വരമരുളേണം.
അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാവം എന്റെ പകർന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷയുടെ വാർത്ത മനസ്സിലാകുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. നിന്റെ ദാസിയെ വിളിക്കുകയും പാവപ്പെടുത്തുന്നവനും ാവുമായ സർവേശ്വര മറ്റേ കണ്ണാപുരം ജീവിക്കണമേ. എല്ലാവരുടെ ആപുരം തീരുമാനിക്കണമേ. പ്രധാന പ്രദേശത്തെ മരണമേ. ഇവന്റെ മരണത്തിന്റെയും നാശനം ആത്മാവുമായ സർവേശ്വര സിംഹാനി നിന്റെ വിശുദ്ധയാകുമ്പോൾ ഉൾമയുടെ മുടിയോടുകൂടെ വനമിറങ്ങി ചിന്നാവുകയും സ്വർഗരാജ്യത്തിന്റെ വാർത്തപ്പെടുകയും മറ്റു നക്രിയാനൊക്കെ പങ്കെടുക്കുകയും പുരുഷരായി ജീവിക്കുന്ന സയാനവും രക്ഷാനും അന്ത്യ ദിവസത്തെ എന്റെ ജനങ്ങൾക്കായി സത്യമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ സ്വീകരിക്കണം. ഞങ്ങളിലും സമൂഹത്തിലും ലോകം മുഴുവനും എൻ്റെ ഹൃദയം അനുകൾ നിന്നെ വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മുഴുവൻ താൽമോഷത്തിൽ ചേരുവാനിടയാവട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാവട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാവട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാവട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാവട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജീവിതകാലം നന്മകൾ ചെയ്യാനാവുന്നെങ്കിൽ നിത്യതയിങ്കൽ ദൈവിക ഭാഗ്യം നേടും നമ്മൾ. ചുവടുകളോരോ നകലുമ്പോൾ ചിന്താമലരുകൾ കൊഴിയുന്നു. മാനവ ജീവിതയാത്രയിൽ മുന്നിൽ കാണുന്നുടിരുന്ന ഇന്നലെ എന്നത് സ്വർഗം പോൽ ഇന്നത് വീണ്ടും വിടരില്ല. വാടിക്കൊഴിയും ജീവിതമാ വാടിയിലെല്ലാം മലരുകൾ. അന്തി വെളിച്ചം പോലകരും അഖിലവും ഉലകിൽ ദൈവം കൈകളിലെത്തും. നാമെല്ലാം കൈവരും അപ്പോൾ സൗഭാഗ്യം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ മൃതസംസ്കാര ചടങ്ങിലേക്ക് കടക്കുകയാണ്. 3 ഭാഗങ്ങളായിട്ടാണ് നമുക്കറിയാവുന്നത് പോലെ ഇത് നടത്തുക. ഒന്ന് വീട്ടിലും, 2ാം ഭാഗം പള്ളിയിലും, 3ാം ഭാഗം സെമിത്തേരിയിലുമായിട്ടാണ്. പരിധയുടെ 7ന്റെ കർമ്മങ്ങൾ വരുന്ന ബുധനാഴ്ച 11 മണിക്ക് പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നു. ഇതൊരറിയിപ്പായിട്ട് എടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ നീ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ നീ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുത്. കൃഷ്ണാരോഗ്യയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മനുഷ്യനാഥത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാന വഴി നൽകിയിരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും ആദിപിതാവാനാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യദേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേ അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തോളമ്പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹാ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം
കർത്താവിന്റെ എതിരേൽപ്പിനായി അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഈശോയുടെ വാക്കുകൾ. നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. പ്രിയപ്പെട്ടവരെ, നേരമറ്റി 90 വയസ്സ് അപ്പൻ ദിവസത്തിലും മുമ്പ് മരിച്ചു. 7 മക്കളെ വളർത്തി അവരുടെ ജീവിതമെല്ലാം ധന്യമാക്കിയ അമ്മച്ചി. അമ്മച്ചിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് മകൻ ബോസ്കോയാണ് പരിചയപ്പെട്ടത്. പരിചയപ്പെടുക മാത്രമല്ല, ഒന്നിച്ചുകൂടി ജീവൻ പ്രവർത്തി ചെയ്യുവാൻ ഉള്ള സന്നദ്ധയും ഒരു നല്ല മനസ്സും സഹകരണമെല്ലാം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് മകൻ. മകൻ നമ്മെ മനസ്സിലാക്കാമല്ലോ. അതെ, സഭയോട് വലിയുള്ള എഴുത്തോടുള്ള ഭക്തി, വിശുദ്ധ കുർബാനയോടുള്ള ആ കർശനമായ അതിലുള്ള ഭക്തി, ഇതൊക്കെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിരുന്നു. ഓർത്ത് നോക്കുക, അപ്പറ്റില്ലാതെ മക്കളൊക്കെ വളർത്തി ഓരോ നിലയിൽ എത്തിക്കണമെങ്കിൽ എന്തുമാത്രം ത്യാഗം വേണം, എന്തുമാത്രം ദൈവത്തിൽ ഉറപ്പുള്ള വിശ്വാസം വേണം, എന്തുമാത്രം ജീവിതത്തിൻ്റെ ശക്തി വേണം. അങ്ങനെ ജീവിച്ചൊരു അമ്മച്ചിയാണ്. ഒരു 2 മാസമായിട്ട് അമ്മച്ചിയെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ. കുറേ ദിവസങ്ങളിൽ ഇങ്ങനെ അല്പം ക്ഷീണിതനായി കിടപ്പായിരുന്നു. ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആ ദിവസങ്ങളിൽ മക്കളൊക്കെ ദൂരെയായിരുന്നെങ്കിലും എല്ലാവരും അമ്മച്ചിയെ പ്രാർത്ഥിച്ചു. ആ ജീവിതം ധന്യമായിരിക്കുന്നു. ഇതാണ് എന്നെ അയച്ചവർ വിശ്വസിക്കുകയും അവൻ്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുന്ന നിത്യജീവനുണ്ട്. അതെ, ആ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് ഇതാ ജീവൻ്റെ നന്മ ചെയ്യുക. നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർത്തി. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ അമ്മച്ചിയുടെ ചാൻസിനെ കൊടുക്കും. ഈ മക്കളെല്ലാവരെയും ഇതൊക്കെ മക്കളെല്ലാവരും ആശ്വസിപ്പിക്കുന്നു. ആ അമ്മച്ചിയെ പോലെ ജീവിച്ച് ദൈവത്തെ കുറച്ച് വിശ്വാസം, ഏത് പ്രതിസന്ധിയിലും അടുത്തു പോകാത്ത മനോധൈര്യം, പുരുഷനായ ഈശോയുടെ ഈ ആഴ്ചയിലാണല്ലോ. ആ ഈശോയുടെ കുരിശിൻമുമ്പിൽ നിന്നുകൊണ്ട് ആ തിരക്തതാൻ കഴിയപ്പെട്ടവരായി എപ്പോഴും കർത്താവിൻ്റെ ആ പീഡകൾ പ്രതികരിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. വളരെ ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വ്യഥകൾ തിന്മകൾക്കുണ്ടാകുമ്പോഴും മനസ്സ് മടുത്തു പോകാതെ കർത്താവിനെ നോക്കിക്കൊണ്ട് ആ ഈശോയുടെ അമ്മ കുരിശിൻ്റെ നിന്നതുപോലെ മരിച്ച അമ്മ മകനോട് ജീവിച്ചതുപോലെ നമുക്ക് ഈശോയോട് ജീവിക്കാം. നമ്മുടെ വിളിയനുസരിച്ച് ജീവിതവും ആ കടം നിർവഹിച്ചുകൊണ്ട് ഈ ദൈവം തന്നിരിക്കുന്ന മക്കളെ കൂടുതൽ വിശ്വാസത്തിലും നന്മയിലും വിശുദ്ധിയിലും മതസ്നേഹത്തിലും വളർത്താൻ ശ്രമിച്ചുകൊണ്ടും നമുക്ക് ജീവിതത്തിലേക്ക് നൽകാം. പ്രാർത്ഥിക്കാം. ദൈവത്തെല്ലാം നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാബുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഉദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. ഇതിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ അറിയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ ഈ സഹോദരിയുടെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സർവശക്തനായ പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയിൽ പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുയരും ഞാനാകുന്നു കരയുദേവം കരുണയുടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ വട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വീട്ടിലുള്ള കർമ്മങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഭൗതിക ശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പള്ളിയിലേക്ക് യാത്ര അടുത്തായതുകൊണ്ട് തന്നെ സാധിക്കുന്നവരെല്ലാം അതിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടുവരിയായിട്ട് നീങ്ങുക. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളിയിടാൻ കഴിവില്ലാത്തോരിൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും
എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാൽ എൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ ലഭിക്കുന്നു ആഡംബരം കീർത്തനമെന്നും ഞങ്ങൾ അടയ്ക്കുന്നു. കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം.
സത്യവിശ്വാസത്തോടെ കൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ നമ്മളെ പ്രസാദിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർത്തുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹത്താലും എൻ്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശുദ്ധ അവരോടുകൂടി ഇയാളെ തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വേണ്ടി ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയിൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിത വിളയിൽ ഓർത്തിനിയും നൈരാശ്യമുടെ വിളവിക്കരുതേ. നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. ആകാശത്തിൻ സീമകളെല്ലാം ഉദരിതമാകും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവേറും. ഉദ്യാനത്തിൽ ദൂതർഗണക്കെ രാജിക്കുന്നു. മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി. കൃതിയുടെ കെടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായുദ്ധാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോ രജസുതനിയും ജയലാളിതനായി വരുമീതരയിൽ പുരുഷൻ പ്രഭയാൽ പരിവേഷ്ടിതനാകാശത്തിൽ ദൂതന്മാരും നരമേൽ നരരും അക്ഷമരായി നിന്നാഗമദിവസം കാത്തുകഴിപ്പൂ. വീട്ടജമാനൻ പ്രതിഫലമേകാനെത്തും ദിവസം വേഗം പുലരാൻ കൃത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മരണത്താലേ വിജയമണിഞ്ഞോരുന്നത നൃപനായി അരിമളമിതിരും പുഷ്പകിരീടം കാത്തിയൊരുങ്ങി സമരം കൃതരായി നൃപനെ മുറപോൽ എതിരേൽപ്പിതരായി. കർത്താവേ, നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ പരിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. പരിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും
പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപമേ പ്രസാദിപ്പിക്കട്ടെ. പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ചെയ്ത കാലത്തിന്റെ നാഥനായ ദൈവം സൗകര്യത്തിന്റെ മഹത്വത്തോടുകൂടെ ദിവസം തന്റെ വെളുത്തുപാട് നിർത്തട്ടെ. ദൈവത്തിന്റെ സ്നേഹശക്തികൾ എന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പാപിനിക്ക് പ്രതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അനുഗ്രഹിക്കണമേ. അവർക്ക് അത്യാശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്ലനമറിയമണിഞ്ഞൊരു വെൺമഹിമദ്യുതിയോടെ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്ലനമറിയമണിഞ്ഞൊരു വെൺമഹിമദ്യുതിയോടെ നിർമ്മല ചരിതകളാം സാറായിലീശ മർത്തയോടും കൂടെ കടശീലുദ്ധാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ ഹൃദയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ മരണമുയർക്കും കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങ് തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ദീർഘായുമായ ശബ്ദത്താൽ നാശം ഉയർപ്പിച്ച കർത്താവേ, ദിവസത്തിൽ വിളിക്കുകയും ചെയ്യട്ടെ. അമങ്ങപ്പെടുത്തുന്നവനും മഞ്ഞറിഞ്ഞവനും നീതിപരമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അനുഗ്രഹിക്കണമേ. പരിപാലിക്കണമേ. സ്ഥാനപ്രദേശത്ത് മരണമടഞ്ഞവരെ അഗ്നിയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവവുമായ പിതാവും ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർ സ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇത്തിരി പടിയോടെ പറ്റില്ല, അങ്ങനെ പോകല്ലോ. Okay, let's do it. കാണാൻ പറ്റുന്ന ഇനി ആരെങ്കിലും ഉണ്ടോ മുക്കാനോ കുഞ്ഞിക്കിടാനുണ്ടോ? അവരോടാകുമ്പോൾ ചോദിച്ചോട്ടാ. ആരെങ്കിലും ഉണ്ടോ? അവരോടാകുമ്പോൾ
തലയൊന്ന് പൊട്ടിട്ടോ തലയിലെടുത്ത് താഴെ തലയൊന്ന് പൊട്ടാട്ടോ തലയിൽ വെച്ചിട്ട് തലയാണ് താഴ്ത്തിട്ട് താഴ്ത്തി വെച്ചാൽ പത്ത് വർഷം കയറി കൊടുത്ത പേരും കൂടെ അന്ന് പ്രസ് ചെയ്താൽ പ്രസ് ചെയ്ത് പിടിക്കും അതൊക്കെ ഓടിയിട്ട് അതുകൊണ്ട് വെച്ചിരിക്കുന്നവരെ ശ്രദ്ധിച്ചത് നമ്മളുടെ കാര്യങ്ങൾ പോകുന്നത് ശ്രദ്ധ പിടിക്കുന്ന സാവധാനത്തിൽ പറ്റി പിടിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുന്നത് ഓരോന്ന് പതുക്കനെ 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 വെച്ചിട്ടോ ശ്രദ്ധ പിടിക്കുന്ന ആരും ആ പോക്കറ്റിൽ വല്ല മാറ്റി വെച്ചു മൊബൈലോ അല്ലെങ്കിൽ കയറ് പിടിക്കുന്ന രണ്ടുപേര് ോക്കാണ് ചേട്ടാ ഒന്ന് ഇങ്ങനെ പരീക്ഷ